പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും. മാനസികമായുള്ള എൻഗേജ്മെന്റ് നടന്നില്ലായിരുന്നുവെങ്കിൽ കൺമണിയെ എന്തായാലും ഞാൻ വിവാഹം കഴിച്ചേനെ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ആന്റിയമ്മയോട് ഇപ്പോൾ ക്രിഷ്. അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ആന്റിയമ്മ. ഇതോടെ ക്രിഷിന്റെ മനസ്സിൽ കൺമണിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ് അല്ലേ ക്രിഷ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന ആന്റിയമ്മ മാനസയെ ഫോൺ ചെയ്യുകയാണ്. ആന്റിയമ്മ, ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചു അവനോട്. ഞാൻ അവൻ്റെ മനസ്സറിയാൻ അവൻ്റെ അടുത്ത് പോയി സംസാരിച്ചു. ഇന്നവൻ വളരെ സന്തോഷത്തിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യാതൊരു പ്രശ്നവുമില്ലാതെ വെട്ടിത്തുറന്ന് സംസാരിക്കുന്നതിനായി അവൻ തയ്യാറായത്. എന്താ എന്താ കൃഷ് പറഞ്ഞത്? എന്നെ പറ്റിയാണോ? അത്ര നല്ല സൂചനയല്ല മോളെ. സത്യം പറയുകയാണ് എങ്കിൽ അവൻ എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, നിന്നെ എൻഗേജ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് കൺമണിയെ കണ്ടിരുന്നുവെങ്കിൽ മറ്റൊന്നും നോക്കാതെ അവൻ കൺമണിയെ വിവാഹം ചെയ്തേനെ എന്നാണ് എന്നോട് പറഞ്ഞത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് ആകെ ഷോക്കായി നിൽക്കുകയാണ് മാനസ. എന്ത്? അവൻ അങ്ങനെ പറഞ്ഞു? അതെ, എന്തുകൊണ്ടും നിന്നേക്കാൾ യോഗ്യത അവൾക്കുണ്ട് എന്നാണ് അവൻ പറയുന്നത്. മാത്രവുമല്ല, എല്ലാ സഹായത്തിനും അവളായിരുന്നല്ലോ ഈ വീട്ടിലുണ്ടായിരുന്നത്. നീയാണെങ്കിൽ ആ നേരം ബാംഗ്ലൂരും പോയി. അപ്പോൾ സ്വാഭാവികമായും അവളോട് ഒരു ചെരിവ് എല്ലാവർക്കും ഉണ്ടാകും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നത് തന്നെയാണ് സത്യം. കൃഷിന്റെ മനസ്സിൽ കൺമണിക്ക് സ്ഥാനമുണ്ട്. ആ സ്ഥാനം നീയൊന്നും വിചാരിച്ചാൽ തട്ടിക്കളയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. കൺമണിക്ക് കടന്നു വരാൻ ഇനിയൊരു അവസരം കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കൃഷ് കൺമണിയെ വിവാഹം കഴിക്കും. അത് മറ്റാർക്കും തടുക്കാൻ സാധിക്കുകയുമില്ല. കാരണം കൺമണി അത്ര നല്ല പെൺകുട്ടി തന്നെയാണ് എന്നത് തന്നെയാണ്. അതും നിനക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നീ ആ കാര്യത്തിൽ ഇനി പ്രതീക്ഷയൊന്നും വെക്കണ്ട. കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെ പോകുന്നു അതുപോലെ തന്നെ പോകാൻ പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ കൈവിട്ടു പോകരുത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ നീ സ്വീകരിക്കേണ്ടത്. ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മാനസ. കൺമണി, എടി, നീ അത്ര കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി അല്ലേ എന്ന് മനസ്സിൽ ആലോചിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ഇപ്പോൾ കൺമണിയുടെ ജീവിതത്തിൽ. വിദ്യ അധികാരം കാണിച്ച് കൺമണിയെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചുവെങ്കിലും കൺമണി തൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം. എൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ബാക്കി വയ്ക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയതിനെ തുടർന്ന് ആകെ ഒന്ന് ഞെരുങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ. എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മുതലായ ചോദ്യങ്ങൾ ബാക്കി ആവുകയും ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇതേ തുടർന്ന് വിദ്യാകെ പകച്ചു പോവുകയും ബലരാമനെ ഫോൺ ചെയ്ത് ഈ കാര്യങ്ങൾ അറിയിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് മാനസയുടെ കടന്നുവരവ്. ഇതോടെ മാനസ മേഡം അറിഞ്ഞോ? ഇപ്പോൾ മാനസ മേഡത്തിനല്ല ഇപ്പോൾ ഇവിടെ പവർ, ആ കൺമണിക്കാണ്. അവൾ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന് മാനസ മേഡത്തിന് വല്ല അറിവുമുണ്ടോ? മേഡം അവളെയും വിശ്വസിച്ചിങ്ങനെ നടന്നോ? അവസാനം അവളായിരിക്കും മേഡത്തിന് പണി തരുന്നത്. ഇതോടെ മാനസയുടെ പേടി അല്പം കൂടുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന മാനസ
എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു. ഇതോടെ ഞാൻ മാനസ മാഡത്തിനോട് കുറച്ച് അഡ്വൈസ് ചോദിക്കണം എന്നുള്ള കാര്യം അവളോട് പറഞ്ഞു. പക്ഷേ ഒട്ടും തന്നെ അത് അവൾക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ അവൾ വളരെ മോശമായാണ് എന്നോട് പ്രതികരിച്ചത്. മാഡത്തിനെ വളരെയധികം അവഹേളിച്ച് സംസാരിക്കുകയും ചെയ്തു. മാഡം സൂക്ഷിക്കണം. അവളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. വിശ്വസിക്കാൻ ശ്രമിച്ചാൽ തിരിച്ച് എപ്പോൾ പണി കിട്ടും എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി. ഇതോടെ കൺമണിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം എന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ മാനസ. മാത്രവുമല്ല, ഇതേ തുടർന്ന് വിവാഹം ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രഷർ ചെലുത്തണം എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്നു ആന്റിയമ്മയോട്. ഇതേ തുടർന്ന് ഡേറ്റ് എത്രയും പെട്ടെന്ന് തന്നെ ഫിക്സ് ആക്കി കാര്യങ്ങൾ നടത്തണം എന്നുള്ള കാര്യം അറിയിക്കുന്ന മാനസ കൃഷ്ണനെ തനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് കൺമണിയുടെ അടുത്തേക്ക് വീണ്ടും കൃഷ് കടന്നു വരുന്നത്. അപ്രതീക്ഷിതമായ ഈ കടന്നുവരവ് കൺമണിയെ വീണ്ടും വളരെയധികം സന്തോഷം നൽകി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൻ്റെ മനസ്സിൽ കൃഷ് സാറിന് സ്ഥാനമുണ്ട് എന്നും കൃഷ് സാർ കിട്ടിയ താലി ഇപ്പോഴും തൻ്റെ കഴുത്തിലുണ്ട് എന്നും ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഒടുവിൽ കൺമണി തയ്യാറായി മുന്നിലേക്ക് വരുമ്പോഴാണ് സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.